السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين، أما بعد. بسم الله الرحمن الرحيم. اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. صدق الله العظيم. ومن لم يحكم بما أنزل الله فأولئك هم الكافرون ومن لم يحكم بما أنزل الله فأولئك هم الظالمون. صدق الله العظيم. وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. الدين النصيحة. صدق رسول الله صلى الله عليه وسلم. ബഹുമാനമുള്ള പണ്ഡിതന്മാർ, സഹോദരങ്ങൾ, കുറഞ്ഞ സമയം നമുക്ക് പരസ്പരം സംവദിക്കാം ഇൻഷാ അല്ലാഹ്. മുസ്ലിമിൻ്റെ രാഷ്ട്രീയം എന്താണ്, എങ്ങനെയാണ് എന്നാണ് ചെറിയ രൂപത്തിൽ നാം ചർച്ച ചെയ്യുന്നത്. പരിശുദ്ധ ഇസ്ലാം സമഗ്രമായ ഒരു ജീവിത പദ്ധതിയാണ് എന്ന് നമുക്കറിയാം. ഒരു സമൂഹം ഇവിടെ ജീവിക്കുമ്പോൾ വിവിധങ്ങളായ വിഷയങ്ങൾ സാമൂഹിക ജീവിതത്തിലും വ്യക്തിജീവിതത്തിലും ജീവിതത്തിലും മതജീവിതത്തിലും രാഷ്ട്രീയ ജീവിതങ്ങളിലൊക്കെ ഉണ്ടാകും. ഏത് തലങ്ങളിലായാലും പരിശുദ്ധ ഇസ്ലാമിന് വ്യക്തമായ നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും ഉണ്ട്. മറ്റേതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് കടമെടുക്കേണ്ട ഒരു സാഹചര്യവും ഒരു രംഗത്തും വിശുദ്ധ ഇസ്ലാമിനില്ല. അൽ-യൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന ഖുർആൻ്റെ സാക്ഷ്യമാണല്ലോ. നിങ്ങൾക്ക് ദീൻ സമ്പൂർണ്ണമാക്കി തന്നു. ഈ ദീനിൽ പിന്നെ ഒരു കുറവുമില്ല. പരിശുദ്ധ ഇസ്ലാം ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അല്ലാഹു തആല ഈ മനുഷ്യരാശിയുടെ ആരംഭം മുതൽ തന്നെ ലോകത്തിന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള വിശ്വാസ സംഹിതയാണ്. ഈ ഒരേ ഒരു വിശ്വാസം മാത്രമേ അള്ളാഹു അംഗീകരിച്ചിട്ടുള്ളൂ. വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇസ്ലാമിനെ അള്ളാഹു ദീനായി പൊരുത്തപ്പെട്ടു. കഴിഞ്ഞ മുഴുവൻ ശരീഅത്തുകളും ഇസ്ലാം ദീന് തന്നെയാണ് ഇവിടെ പ്രചരിപ്പിച്ചത്. അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. സർവ്വ നബിമാരും തൗഹീദ് പ്രചരിപ്പിക്കാൻ അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്ന് ലോകത്തെ പഠിപ്പിക്കാൻ വേണ്ടി അയക്കപ്പെട്ടവരാണല്ലോ. ആ ദീനിൻ്റെ സമ്പൂർത്തീകരണം
ഈ ഉമ്മത്തിനാണ് ലഭിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് ഒരു ജൂത പുരോഹിതൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ കിതാബിൽ ഒരായത്തുണ്ടല്ലോ, ആ ആയത്ത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ദിവ്യഗ്രന്ഥമായ തൗറാത്തിലോ മറ്റോ ആണ് കിട്ടിയിരുന്നെങ്കിൽ അത് ഞങ്ങൾ ഒരു ഈദ് പെരുന്നാൾ ദിവസമായി ആഘോഷിക്കുമായിരുന്നു. അത്രയും വലിയ ഒരു സമ്മാനം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ ഖുർആനിൽ. അത് ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ ലജഅൽനാഹ ഈദൻ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഏതാണത്? അദ്ദേഹം പറഞ്ഞു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി. ഈ ആയത്ത് അതെന്തൊരു വലിയ പ്രഖ്യാപനമാണ്. കഴിഞ്ഞ സമുദായങ്ങൾക്കൊന്നും ഈ ഇത്മാമിൻ്റെ സമ്മാനം കിട്ടിയിട്ടില്ല. അവിടെ ദീന് ശൈശവ ദശയിൽ നിന്ന് ആണ് പരിശുദ്ധ ദീൻ. അതെല്ലാറ്റിനും ഉണ്ടാവുമല്ലോ, ശൈശവവും യുവത്വവും വാർദ്ധക്യമൊക്കെ. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന് ദീന് നൽകപ്പെട്ടു. അന്ന് അഹ്കാമൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ. പിന്നീട് മനുഷ്യ സമൂഹം ബുദ്ധിപരമായി ഉയർന്ന് വരുന്നതിനനുസരിച്ച് ദീനിൻ്റെ നിയമങ്ങളും അല്ലാഹു തആല വിപുലീകരിച്ച് അങ്ങനെ മനുഷ്യ സമൂഹത്തെ വളർത്തിക്കൊണ്ടുവന്ന് ഏറ്റവും ഉത്തമ സമൂഹമായി ഈ ഉമ്മത്തിനെ അള്ളാഹു പ്രഖ്യാപിച്ചു. ഈ ഉമ്മത്തിനെ അള്ളാഹു ലോകത്തിന് സമർപ്പിച്ചിരിക്കുകയാണ്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. മനുഷ്യകുലത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഖൈറു ഉമ്മയാണ് നിങ്ങൾ. ആ സമർപ്പണം നടന്ന ഈ ഉമ്മത്താണ് മനുഷ്യ കുലത്തിൻ്റെ വളർച്ചയിൽ ഏറ്റവും ഉന്നതരായി നിൽക്കുന്നത്. ഈ ഉമ്മത്തിലെ തന്നെ ഒന്നാം ഖർണ് അത്യുന്നതരാണ്, രണ്ടാമത്തെ ഖർണ് അതിന് താഴെ, അങ്ങനെ പോരും. മുൻകഴിഞ്ഞ സമുദായങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരുന്ന നിർദ്ദേശങ്ങളും ചില കർശനമായ നടപടികളും ഒക്കെ നമുക്ക് ഖുർആനിൽ ഹദീസിലൊക്കെ കാണാം. ബനൂ ഇസ്രായേൽ ഇജ്ലിനെ ആരാധിച്ചതിന് തൗബയായി അവരോട് പറഞ്ഞത് പരസ്പരം വിശ്വാസികളായവർ ഇജ്ലിനെ ഇബാദത്ത് ചെയ്തവർ അല്ലാത്തവരുടെ വാളിനിരയാകണം എന്ന്. അത്രയും കടുപ്പപ്പെട്ട ചില നിയമങ്ങളായിരുന്നു. നജസ് വസ്ത്രത്തിലായാൽ അവിടെ മുറിച്ച് കളയണം, കഴുകിയാൽ വൃത്തിയാവില്ല. അതെല്ലാം അല്ലാഹു തആല ലഘൂകരിച്ച് അദ്ദീനു യുസ്റുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതല്ലേ, അദ്ദീനു യുസ്റുൻ വലൻ യുശാദ്ദദ്ദീന അഹദുൻ ഇല്ലാ ഗലബഹു. ദീന് പ്രാക്ടീസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ദീനിനോട് മത്സരിച്ചാൽ, ഒരു മുസ്ലിം തന്നെ ദീനിൻ്റെ അധ്യാപനങ്ങളോട് മത്സരിച്ചാൽ അവൻ തോൽക്കുകയേ ചെയ്യുള്ളൂ. ദീന് ആരെയും മെനക്കെടുത്തിയിട്ടില്ല. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. അല്ലാഹു തആല നിങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമാകാനാണ് അള്ളാഹുവിൻ്റെ തീരുമാനവും അള്ളാഹിൻ്റെ നിർദ്ദേശങ്ങളും ഒക്കെ അങ്ങനെയാണ്. നിങ്ങൾ ക്ലേശപ്പെടണം എന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയല്ലേ നമ്മുടെ ദീനിൽ നാം അനുഭവിക്കുന്നത്. നമുക്ക് ദീനിൽ വമാ ജഅലല്ലാഹു അലൈക്കും ഫിദ്ദീനി അലൈക്കും മിൻ ഹറജ്. അങ്ങനെ ഹാഫിളീങ്ങൾ എന്താണ് ആയത്ത്? വമാ ജഅലല്ലാഹു അലൈക്കും, ഹാഫിളീങ്ങൾ ആയത്തൊന്നു മതി. ദീനിൽ അല്ലാഹു തആല മെനക്കെട് വെച്ചിട്ടില്ല. ദീന് പ്രാക്ടീസ് ചെയ്യാൻ നമ്മുടെ ദീൻ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല സമർപ്പിച്ച ഈ പരിശുദ്ധ ഇസ്ലാമിൻ്റെ സമ്പൂർണമായ സമർപ്പണം അത് തന്നെ അള്ളാഹു എല്ലാം എളുപ്പമാക്കി കൊടുത്തു. ഏറ്റവും പ്രധാനപ്പെട്ട അമല് ആണല്ലോ നിസ്കാരം. നിസ്കാരം അള്ളാഹു എത്രമാത്രം എളുപ്പമാക്കി കൊടുത്തു. 50 വഖത്ത് അള്ളാഹു തആല കൽപ്പിച്ചത് 5 വഖത്താക്കി ചുരുക്കി. അള്ളാഹുവിന് നേരത്തെ അത്ര അങ്ങോട്ട് ആലോചിച്ചിട്ടില്ല. 50 വഖത്താവുമ്പോൾ ഇതെല്ലാം കൂടി ഇവർക്ക് നടക്കുമെന്ന് അള്ളാഹുവിന് ആലോചനക്കുറവുണ്ടായതല്ല. 50 വഖത്ത് അവർക്ക് നിയമമാക്കി നിർബന്ധമാക്കി പറഞ്ഞത് 5 വഖത്താക്കി ചുരുക്കിയിട്ട് അത് ലാസ്റ്റ് അതങ്ങ് തീരുമാനമാക്കുമ്പോൾ ആദ്യം തന്നെ 5 വഖത്ത് എന്ന് പറയുന്നതിനേക്കാൾ വളരെ മൂല്യമുള്ള ഒരു നടപടിയാണത്. 5 വഖത്തായ 5 വഖത്തല്ലേ. 50 വഖത്തിൽ നിന്ന് 5 വഖത്തിലേക്ക് നമ്മളിങ്ങോട്ട് ചുരുങ്ങിക്കിട്ടിയ ആ സന്തോഷം കൊണ്ട് എന്തായാലും ഈ 5 വഖത്ത് ഒഴിവാകില്ല. മാത്രമല്ല 50ൻ്റെ ഓഫർ അതിന് കൊടുത്തിട്ടുണ്ട്. വദാലിക ഖംസത്തുൻ വദാലിക ഖംസൂൻ. 5 വഖത്തേ ഉള്ളൂ കേട്ടോ. 50 നേരത്തെ പറഞ്ഞ 50 ഫുള്ളായിട്ട് അതിൻ്റെ ബോണസ് അടക്കം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ വളരെ സൈക്കോളജിക്കലായുള്ള ഒരു അപ്രോച്ച് ആണ് അവിടെ 50 വഖത്ത് ഫർളാക്കി. മൂസ അലൈഹി ഇസ്ലാമൊക്കെ ബേജാറായി പോയല്ലോ. ബനു ഇസ്രായേലിനെ ഞാൻ പരിശോധിച്ചിട്ട് അവർ തോറ്റുപോയിട്ടുണ്ട്. 50 വഖത്ത് പോയിട്ട് 5 വഖത്ത് പോലും ബനു ഇസ്രായേലിന് നടന്നാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല എളുപ്പമാക്കി. അതിന് ശുദ്ധി വേണം, വുളൂ വേണം, കുളിക്കേണ്ടതുണ്ടെങ്കിൽ അത് വേണം. ഇനി വുളൂവിന് വെള്ളമില്ലേ, കാശ് കൊടുത്തൊക്കെ വാങ്ങാൻ കാശുണ്ടെങ്കിൽ വാങ്ങിയാൽ മതി. കാശില്ല, അല്ലെങ്കിൽ കാശ് അത്യാവശ്യമുണ്ട് വേറെ കാര്യങ്ങൾക്ക്, ഭക്ഷണത്തിന് വേറെ കാശില്ല, എന്നാൽ വെള്ളമൊന്നും വാങ്ങണ്ട, മണ്ണുണ്ടാവില്ല നടക്കുന്നിടത്തൊക്കെ. വജുഇലത് ലിയൽ അർളു കുല്ലുഹാ മസ്ജിദൻ വതഹൂറൻ. ഭൂമി, മണ്ണ് മസ്ജിദും തഹൂറുമായി അള്ളാഹു നിശ്ചയിച്ചു. ആയിക്കോട്ടെ, തയമ്മും എവിടെയെങ്കിലും ആ മണ്ണുണ്ടാവുമല്ലോ, അവിടെ നിന്നൊന്ന് തയമ്മും ചെയ്താൽ മതി. ഇനി അതും കിട്ടാത്ത സാഹചര്യത്തിലാണോ ഫാഖിദു തഹൂറൈനിയായി നിസ്കരിച്ചാൽ മതി. ഏതായാലും ഹുർമത്തുൽ വഖ്ത് നിങ്ങൾ മാനിച്ചുകൊണ്ട് നിസ്കരിക്കുക. പിന്നെ സൗകര്യം പോലെ ഖളാ കിട്ടുക. എല്ലാറ്റിലും യുസ്റ. ഇബാദത്തിൻ്റെ കാര്യങ്ങളിൽ മാത്രമല്ല, വ്യക്തി ജീവിതത്തിൽ അല്ലാഹു തആല അള്ളാഹുവിൻ്റെ റസൂല് വളരെയധികം എളുപ്പമാക്കി. 3 സഹാബികൾ ഇരുന്ന് ചർച്ച ചെയ്തത് ബുഖാരിയിലും മുസ്ലിമിലും നമ്മൾ ഓതുന്ന ഹദീസിലൊക്കെ ചെറിയ കിതാബിലൊക്കെ ഉണ്ടല്ലോ. അവർ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ്റെ അടുത്ത് എന്ന് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഇബാദത്തുകളെക്കുറിച്ച്. രാത്രി, പകലിപ്പോൾ എല്ലാവരെയും അടുത്ത് കിട്ടുമല്ലോ, രാത്രി കാലങ്ങളിൽ അവിടെ നിന്ന് വീട്ടിലുണ്ടാകുക. ഉമ്മഹാത്തുൽ മുഅ്മിനീനോട് ചോദിച്ചു റസൂലുള്ളാഹിൻ്റെ ഇബാദത്ത് എങ്ങനെയാണ്. അപ്പോൾ അവർ വിവരിച്ചു കൊടുത്തു. ഉറക്കില്ലാതെ നിസ്കരിക്കുന്നില്ല, വിശ്രമമില്ലാതെ ഖുർആൻ ഓതുന്നില്ല. അവിടുത്തെ നിസ്കാരവും അവിടുത്തെ ഖുർആനോത്തും ഉറക്കും എല്ലാം വിവരിച്ചപ്പോൾ ഈ 3 സഹാബികൾക്ക് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് അത്ര മതി. റസൂലുള്ളാഹിക്ക് ദോഷമില്ലല്ലോ, മഅസൂമല്ലേ. നമ്മളൊന്നും ആ നിലക്ക് നിന്നാലൊന്നും നമ്മൾ കഴിച്ചിലായി പോകില്ല. അതുകൊണ്ട് നമ്മളുടെ കാര്യം നോക്കണം. റസൂലുള്ളാഹിനോട് നമ്മൾ താരതമ്യപ്പെടുത്തിയിട്ട് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ആയാലൊന്നും പോരാന്ന് പറഞ്ഞ് ഒരാൾ ശപഥം ചെയ്തു, വല്ലാഹി ഞാൻ ഫുള്ള് ഇനി രാത്രി ഉറക്കില്ല, ഫുള്ള് നിസ്കാരം. മറ്റേ സഹാബി പറഞ്ഞു, ഇനി ഒരു പകലിലും ഞാൻ നോമ്പ് ഒഴിവാക്കൂല. നോമ്പ് ഹറാമായ 4-5 ദിവസങ്ങളുണ്ടല്ലോ വർഷത്തിൽ, അതൊഴിച്ച എല്ലാ ദിവസവും ഞാൻ നോമ്പ് എടുക്കാൻ ശപഥം ചെയ്തിരിക്കുന്നു. മറ്റേ സഹാബി പറഞ്ഞ്, ഞാൻ ഏതായാലും വിവാഹ ജീവിതം വേണ്ടെന്ന് വെക്കുകയാണ്. അത് നമ്മുടെ ഷഹവാത്തിൻ്റെ അളവിലുള്ളതാണല്ലോ, അതൊന്നും വേണ്ട. ഞാൻ വിവാഹ ജീവിതമൊക്കെ ഒഴിവാക്കി ബ്രഹ്മചാരിയാവുകയാണ്. ഈ 3 ആളുടെയും ശപഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അടുത്തെത്തി. അവിടുന്ന് വിളിച്ചു, നിങ്ങളങ്ങനെ പറഞ്ഞോ? ഇയാൾ ഉറങ്ങാതെ നിസ്കരിക്കുമെന്ന് പറഞ്ഞോ? ആ പറഞ്ഞു. നമ്മളങ്ങനെ പറയാനുള്ള കാരണം, നമ്മളൊക്കെ സാധാരണക്കാരല്ലേ, അവിടുത്തെ പോലെ അല്ലല്ലോ, അവർ രക്ഷപ്പെടണ്ടേ. മറ്റേ ആളും എല്ലാവരും പറഞ്ഞു,
അപ്പോൾ അവിടുന്ന് പറഞ്ഞു, അത് പറ്റൂല, നിങ്ങൾ ഇങ്ങനെ ബ്രഹ്മചാരിയായോ അല്ലെങ്കിൽ ഉറങ്ങാതെയോ ഭക്ഷണം കഴിക്കാതെയോ അങ്ങനെ ഒന്നും ജീവിക്കണ്ട. ഞാൻ ഉറങ്ങുന്നു, നിസ്കരിക്കുന്നു, ഞാൻ നോമ്പെടുക്കുന്നു, നോമ്പ് ഉപേക്ഷിക്കുന്നു, ഞാൻ വിവാഹ ജീവിതം നയിക്കുന്നു, ഇതെല്ലാം എൻ്റെ സുന്നത്താണ്. വമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി. ആ സുന്നത്ത് വിട്ടവർ ഞാൻ അവരെ കൂടെ കൂട്ടൂല. അപ്പം അത്രയൊന്നും ദീന് പ്രാക്ടീസ് ചെയ്യാന്ന് വെച്ചിട്ട് ഓവറാക്കണ്ട. ഒരു മുസ്ലിം, ഒരു സത്യവിശ്വാസി നല്ല നിലക്ക് അങ്ങനെ ജീവിച്ചു പോയാൽ മതി. നിർബന്ധമായ 5 വക്ത് നിസ്കാരം അതങ്ങ് നിർവഹിച്ചേക്കണം. റവാത്തിബ് സുന്നത്തുകൾ അതിപ്പോൾ ഏതായാലും മുഅ്മിനീങ്ങൾ ഒഴിവാക്കൂലല്ലോ. പിന്നെ മുഅക്കദായ നോമ്പും ഫർളായ നോമ്പൊക്കെ ചെയ്യും, ഹജ്ജ് ചെയ്യും, ഉംറ ചെയ്യും. അങ്ങനെ സമൂഹത്തിൽ നല്ല നിലക്ക് ജീവിച്ചു പോയാൽ മതി. ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദീന് ഇവിടെ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചത്. വിവിധ ഘട്ടങ്ങൾ ഇസ്ലാമിന് കഴിഞ്ഞു പോയിട്ടുള്ളത് നമുക്കറിയാം. ഗാർ ഹിറയിൽ വെച്ച് അവിടത്തേക്ക് വഹയ് ലഭിക്കുന്ന ആ സാഹചര്യവും അതിനു മുമ്പ് അവിടുന്ന് ഗാർ ഹിറയിൽ ഒറ്റക്ക് പോയി ഇബാദത്തിൽ മുഴുകിയിരുന്നതൊക്കെ സഹീഹുൽ ബുഖാരിയുടെ ആദ്യ ഹദീസുകളിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. വഹയ് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് ഗാർ ഹിറയിൽ പോയ ആളുകൾ ഈ കൂട്ടത്തിലുണ്ടാവും. നമ്മളിപ്പോൾ പോയാൽ നല്ല യുവാക്കൾ പോയാൽ തന്നെ അതിൻ്റെ മുകളിലേക്ക് എത്തണമെങ്കിൽ ഒരു 1.5-2 മണിക്കൂർ കയറി, അതൊക്കെ ഇപ്പോൾ എല്ലാ ആളുകളും കൂടി പാകിസ്ഥാനികളും അല്ലാത്തവരൊക്കെ കൂടി സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കി വളരെ സൗകര്യമാക്കിയിട്ട് നമ്മൾ അങ്ങോട്ട് കയറിയെത്താൻ വല്ലാതെ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ അന്ന് സ്റ്റെപ്പൊന്നുമില്ല. ചെങ്കുത്തായ മലയിലൂടെ, ദുർഘടമായ പാതയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഇബാദത്തിന് ചെന്നിരുന്ന് രാത്രി ഒറ്റക്ക് അവിടെ ഇരുന്ന് ആ സമയത്ത് ഖദീജ റളിയല്ലാഹു അൻഹ ചെയ്തിരുന്ന സേവനം കൂടി ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ അത്ഭുതപ്പെട്ടിങ്ങനെ ഇരുന്നു പോകും. ഖദീജ റളിയല്ലാഹു അൻഹ മക്കയിൽ നിന്ന് ഗാർ ഹിറയിലേക്ക് ദിവസം 2 പ്രാവശ്യം പോകുമായിരുന്നു. 6 കിലോമീറ്റർ നടക്കണം റോട്ടിലൂടെ നടക്കുകയാണെങ്കിൽ. പിന്നെ മുകളിലേക്ക് ഇങ്ങനെ കയറണം. ഒരു സ്ത്രീ ഖദീജ റളിയല്ലാഹു അൻഹ ഒറ്റക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷം ആരായാനും ഭക്ഷണം കൊടുക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അങ്ങനെ അവിടുന്ന് വഹി ലഭിച്ചു. പിന്നീടുണ്ടായ മക്കയിൽ 10-13 വർഷം മക്കയിലാണല്ലോ വഹി ലഭിച്ചതിന് ശേഷം അവിടുന്ന് ജീവിച്ചത്. മക്കയിൽ ജീവിച്ച സന്ദർഭം എന്തൊക്കെയായിരുന്നു എന്ന് നാം ചരിത്രത്തിൽ നല്ലോണം കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. മുസ്ലിമായി പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. മുസ്ലിമാണെന്ന് അറിയാൻ വയ്യ. പീഡനമാണ്, അടിയാണ്, ഇടിയാണ്, കിട്ടിയാൽ ക്രൂരമായ കൊലപാതകങ്ങളും കൂടിയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ, അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹുവിനെ, അവരുടെ ഉമ്മ സുമയ്യ ബീവിയെ ഒക്കെ ക്രൂരമായി പീഡിപ്പിച്ച് അടിച്ചും ഇടിച്ചും കൊന്നതാണ് സുമയ്യ ബീവിയെയും മറ്റും. യാസിറിനെയും പിതാവ് എന്തേലും ചെയ്ത തെറ്റ് മുസ്ലിമായി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതൊക്കെ അറിയുന്നുണ്ടല്ലോ. ഈ മുസ്ലിമുകളോട് വാളെടുത്ത് ഇറങ്ങാൻ പറഞ്ഞില്ല. നയപരമായി ഇസ്ലാം പ്രാക്ടീസ് ചെയ്യണം എന്ന സന്ദേശമാണ് ഈ 13 വർഷങ്ങളിലെ പീഡനങ്ങളും പ്രയാസങ്ങളൊക്കെ സഹിച്ച് എല്ലാവരോടും നല്ല നിലയിൽ പെരുമാറാൻ ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിശുദ്ധ ഖുർആൻ പറയാം, നബിയെ, തങ്ങളോട് ക്രൂരമായി പെരുമാറുന്നവർ അവിടെയുണ്ട്. ആരോടാണ്? ഈ നബിയെ ആണ് അന്നത്തെ മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ മുഴുവനും ആഘോഷിച്ചിരുന്നത്. അൽ അമീൻ, വിശ്വസ്തൻ എന്ന പേരിട്ട് സർവർക്കും വിശ്വസ്തനാവുകയും സർവ്വ ആളുകളുടെയും കണ്ണിലുണ്ണിയായി ജീവിച്ച, എല്ലാവരുടെയും സ്നേഹത്തിന് പാത്രമായി ജീവിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ചരിത്രം
നുബുവത്തിന് മുമ്പ് എന്തൊക്കെയാണ് അവിടെ നടന്നത്? കഅബ പുനർനിർമ്മാണം ഖുറൈശികളുടെ കാലത്ത് നടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 35 വയസ്സ്. 40 വയസ്സാകുമ്പോഴാണ് അവിടുന്ന് പ്രവാചകനായി നിയോഗിക്കപ്പെടുന്നത്. 35-ാം വയസ്സിൽ കഅബയുടെ പുനർനിർമ്മാണം ഖുറൈശികളുടെ നേതൃത്വത്തിൽ നടക്കുക. അന്ന് കഅബയിൽ നിറയെ വിഗ്രഹങ്ങളാണ്, ചുറ്റുഭാഗവും അങ്ങനെ തന്നെ. കാരണം അതിൻ്റെ നടത്തിപ്പുകാരും എല്ലാവരും ബഹുദൈവാരാധകരാണ്. കുറച്ചാളുകൾ മാത്രം അതിലൊന്നുമില്ലാതെ ജീവിക്കുന്നവരുണ്ട്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവർ ഒരിക്കലും ഒരു വിഗ്രഹത്തിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം നമിച്ചിട്ടില്ല, കുനിഞ്ഞു നിന്നിട്ടില്ല. അങ്ങനെയുള്ള കുറച്ചാളുകളുണ്ട്. അപ്പോൾ കഅബയിൽ ഹജറുൽ അസ്വദ് എന്ന വിശുദ്ധ കല്ല് സ്വർഗത്തിൽ നിന്ന് വന്ന കല്ലാണ്. അത് എടുത്തു വെക്കുന്നതിൽ തർക്കമായി. അതാരാ എടുത്തു വെച്ചത് എങ്കിൽ അവരായിരിക്കും ചരിത്രത്തിൽ ഇനിയുള്ള കാലത്തെല്ലാം ആഘോഷിക്കപ്പെടുക. അത് ഇന്ന ആളാണ് ഹജറുൽ അസ്വദ് സ്ഥാപിച്ചത് എന്നത് വലിയൊരു പേരും പെരുമയും പ്രശസ്തിയുമാണ്. അങ്ങനെ അവിടെയുള്ള ഗോത്രവർഗങ്ങളെല്ലാം തമ്മിൽ നമ്മൾ ചെയ്യും, നമ്മളാണ് യോഗ്യർ എന്ന നിലക്ക് തർക്കമായി. അടിപിടിയുടെ വക്കിലെത്തി. ആളുകൾ ആയുധമെടുത്തു, പരസ്പരം വെട്ടാൻ ഒരുങ്ങി നിൽക്കുന്ന സാഹചര്യം വന്നപ്പോൾ അവിടെ ഒരു കാരണവർ പറഞ്ഞു, നമ്മളൊരു കാര്യം ചെയ്യാം, ആ വഴിയിലൂടെ ആദ്യം വരുന്ന ആളാരാച്ചെങ്കിൽ അദ്ദേഹത്തോടത് പറയാം. അങ്ങനെ കാത്തിരിക്കുകയാണ്. അതിലൂടെ വരുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അവിടത്തേക്ക് അന്ന് നുബുവത്തൊന്നുമില്ല. വന്നപ്പോൾ എല്ലാവർക്കും സുസമ്മതം. നമ്മുടെ അൽ അമീൻ വന്നല്ലോ, അദ്ദേഹം ആയിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിന് വിടാം. അങ്ങനെ ഹജറുൽ അസ്വദ് എടുത്തു വെക്കാൻ സ്വന്തം ഉത്തരീയം താഴെ വിരിച്ച് ഹജറുൽ അസ്വദ് അതിൽ സ്വന്തം കൈകൊണ്ട് എടുത്തു വെച്ച് ഈ ഗോത്രത്തലവന്മാരെ എല്ലാം വിളിച്ചു. ആ തട്ടത്തിൻ്റെ ഓരോ തല എല്ലാവരോടും പിടിപ്പിച്ചു. അത് പൊക്കാൻ പറഞ്ഞു. അതിൻ്റെ സ്ഥാനത്തെത്തിയപ്പോൾ അവിടുത്തെ കൈ കൊണ്ട് എടുത്തു വെച്ചു. ആർക്കും ഒരു തർക്കമില്ല, ആർക്കും അടിപിടിയും വേണ്ട. അങ്ങനെ എല്ലാ വിഷയത്തിലും സർവസമ്മതനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏകദൈവ വിശ്വാസത്തിൻ്റെ സന്ദേശം ജനങ്ങളിലേക്ക് അതെന്നെ പൊതുവായി പറഞ്ഞിട്ടൊന്നുമില്ല, സ്വന്തം ആളുകളോടാണ് ആദ്യം പറഞ്ഞ്. വഅൻദിർ അശീറത്തക്കൽ അഖ്റബീൻ, നബിയെ തങ്ങളുടെ അടുത്ത കുടുംബക്കാരോട് ഈ കാര്യം പറയണം എന്ന് വിശുദ്ധ ഖുർആൻ അവിടത്തോട് നിർദ്ദേശിച്ചു. സ്വന്തം കുടുംബക്കാരെ വിളിച്ചു, മക്കളെ വിളിച്ചു, ആ എളാപ്പ മൂത്താപ്പ അവരൊക്കെ ഉണ്ട്, അവരൊക്കെ വിളിച്ചു. അവരോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഈ ലോകത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത പ്രവൃത്തികൾ ചെയ്യരുത്. അള്ളാഹുവിൻ്റെ കൂടെ മറ്റൊരു ദൈവമുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കരുത്. അള്ളാഹുവിൻ്റെ കൂടെ വിഗ്രഹത്തിന് ആരാധിക്കരുത്. അതൊക്കെ ദിവ്യസങ്കല്പങ്ങളായി നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടന്നാൽ അള്ളാഹുവിനോടുള്ള അനീതിയാണ്, അള്ളാഹുവിനോടുള്ള നന്ദികേടാണ്. കാരണം നിങ്ങളെ പടച്ചവൻ അള്ളാഹുവാണ്, നിങ്ങൾക്ക് ഭക്ഷണം തരുന്നവൻ അള്ളാഹുവാണ്, നിങ്ങൾക്ക് വസ്ത്രം തന്നത്, നിങ്ങൾക്ക് പാനീയം തരുന്നത്, വായു തരുന്നത്, നിങ്ങൾക്ക് സമ്പത്ത് ആരോഗ്യം എല്ലാം തരുന്ന അള്ളാഹു അല്ലേ. ആ അള്ളാഹു മാത്രമാണ് നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ തരുന്നത്. നിങ്ങൾക്ക് വിഗ്രഹങ്ങൾ എന്തു തന്നു? ലാത്ത നിങ്ങൾക്ക് എന്തു തന്നു? ഉസ്സ നിങ്ങൾക്ക് എന്തു തന്നു? ഒന്നുമില്ല. അപ്പോൾ സർവവും നിങ്ങൾക്ക് തന്ന് നിങ്ങളെ പടച്ച് അനുഗ്രഹിച്ച് നിങ്ങളെ പോറ്റി വളർത്തുന്ന അള്ളാഹുവിൻ്റെ മുമ്പിൽ നമിക്കേണ്ട, കുനിക്കേണ്ട നിങ്ങളുടെ ശിരസ് നിങ്ങൾ കൊത്തിയുണ്ടാക്കിയ കല്ലിൻ്റെ മുമ്പിൽ നിങ്ങൾ നമിക്കരുത്, ശിരസ് കുനിക്കരുത്, അതിന് സുജൂദ് ചെയ്യരുത്, അതിന് ആരാധിക്കരുത്. എല്ലാവരും അള്ളാഹുവിനെ ആരാധിക്കണം. ആ പ്രബോധനത്തോടുകൂടെ അവിടെ കുറേ ആളുകൾ അത് ഏറ്റുപിടിച്ചു, അത് സ്വീകരിച്ചു. കുറേ ആളുകൾ അതിനെതിരായി. അവിടുത്തെ പ്രമാണികളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എതിരായി. അതുവരെ അൽ അമീനും സർവരുടെയും കണ്ണിലുണ്ണിയുമായി നടന്നിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ആരോടും ഒരു അതിക്രമവും ചെയ്യാതെ, വിഗ്രഹാരാധന പാടില്ല, കാരണം അത് ന്യായമല്ല, നിങ്ങൾ ഏകദൈവമായ അള്ളാഹുവാണ് നിങ്ങൾക്കെല്ലാം നൽകുന്നത്, ആ അള്ളാഹുവിനല്ലേ ആരാധിക്കാവൂ എന്നേ ചോദിച്ചിട്ടുള്ളൂ. അതിൻ്റെ പേരിൽ അവിടുത്തെയും അവിടുത്തെ അനുയായികളെയും വളരെയധികം പ്രയാസപ്പെടുത്തി. അങ്ങനെ ഒരു ഘട്ടം ഇസ്ലാമിന് കഴിഞ്ഞു പോയിട്ടുണ്ട്. 13 വർഷത്തോളം മക്കയിൽ അങ്ങനെയാണ് കഴിഞ്ഞത്. ഈ കാലത്ത് മുസ്ലിമായി ജീവിച്ചു മരിച്ചവർ എത്രയോ സഹാബിമാരുണ്ടല്ലോ. അന്ന് അധികാരമില്ല, ഭരണമില്ല, മക്കയിൽ സർക്കാരില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ ഒരു വിധത്തിലുള്ള അധികാരവും ഇല്ല. അവിടെ ഭരിക്കുന്നത് അബൂജഹലാണ്, ഉത്ബത്താണ്, ശൈബത്താണ്, ഗോത്രഭരണമാണ്.
ഭരണമില്ലെങ്കിൽ ഇസ്ലാം പൂർണ്ണമല്ല എന്ന ചില വികലമായ ജൽപ്പനങ്ങൾ പിൽക്കാലത്ത് ഇസ്ലാമിൻ്റെ മുഖ്യധാരയിൽ നിന്ന് തെന്നിപ്പോയ ചില സംഘങ്ങൾ പറയാൻ തുടങ്ങി. അതാദ്യമായി ഇസ്ലാമിനെ രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിച്ചത് ഖവാരിജുകൾ എന്ന ഒരു വിഭാഗമാണ്. ചരിത്രമൊക്കെ വിശാലമാണ്, നമുക്ക് വായിച്ചാലറിയാം. പിന്നീട് റാഫിളികൾ വന്നു, ഷിയാക്കൾ വന്നു. ആധുനിക കാലത്ത് വഹാബിസം എന്ന് പറയുന്ന ആ വഹാബിസത്തിൻ്റെ ആശയം ഉൾക്കൊണ്ട ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ ഈ വിഭാഗങ്ങൾ പൊളിറ്റിക്കൽ ഇസ്ലാം, രാഷ്ട്രീയ ഇസ്ലാം എന്ന ഇസ്ലാമിൻ്റെ വികലമായ ഒരാശയവും സമർപ്പണവും നടത്താൻ മുന്നിൽ വന്നവരാണ്. അത് ലോകത്ത് പലയിടത്തും ഈ വഹാബിസം, ഈജിപ്തിൽ അങ്ങോട്ട് ചെന്ന ഇഖ്വാനിസം, ഇഖ്വാൻ ബ്രദർഹുഡ്, ഇസ്ലാമിക് ബ്രദർഹുഡ്, അതുപോലെ പല വിഭാഗങ്ങളും, അതിൻ്റെയൊക്കെ ആശയ സ്രോതസ് ഈ വഹാബിസമാണ്. അവരുടെ ജൽപ്പം ഇന്ത്യയിൽ ജമാഅത്തെ ഇസ്ലാമി ആണ് ഈ വിഷയത്തിൽ ആദ്യമായി ഇങ്ങനെയുള്ള ഒരു ജൽപ്പനവുമായി ഇറങ്ങിയത്. എണ്ണിയാൽ വിരലിലെണ്ണാവുന്ന ആളുകളെ ഉണ്ടാവൂ. ഇസ്ലാമിക മുഖ്യധാരയിൽ നിന്ന് വ്യതിചലിച്ചു പോയ മുസ്ലിങ്ങളെല്ലാം മുശ്രിക്കുകളാണ്, അവർ വിഗ്രഹാരാധകരാണ്, അവരെ കാണുന്നിടത്ത് വെച്ച് കൊല്ലേണ്ടതാണ് എന്ന ദൂഷിച്ച വളരെ വിഷലിപ്തമായ ആശയം പേർന്ന ഒരു ഇസമാണ് വഹാബിസം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്താണ് ലോകത്ത്, നമ്മുടെ കേരളത്തിലായാലും ലോകത്ത് എവിടെയായിരുന്നാലും ബഹുഭൂരിഭാഗം മുസ്ലിം മുഖ്യധാര സുന്നത്തി ജമാഅത്തിൻ്റെ വിശ്വാസികളാണ്. അവരെല്ലാം വിഗ്രഹാരാധകരാണ്, അവരൊക്കെ മുശ്രിക്കുകളാണ്, ബഹുദൈവ വിശ്വാസികളാണ് എന്ന് മുദ്രകുത്തി അന്നത്തെ ബഹുദൈവ വിശ്വാസികളെക്കുറിച്ച് ഇറങ്ങിയ ആയത്തുകളും മറ്റും യഥാർത്ഥ മുസൽമാൻ്റെ മേലിൽ ചാർത്തി അവരെ നിഷ്കാസനം ചെയ്യാനും കണ്ടെടുത്ത് കൊല്ലണമെന്നും വരെ എഴുതി വച്ചതാണ് ഈ വഹാബിസം. ആ വഹാബിസത്തിൻ്റെ ആശയത്തിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടാണ് ഇന്ത്യയിൽ അടക്കമുള്ള പല രാജ്യങ്ങളിലും ഈ പൊളിറ്റിക്കൽ ഇസ്ലാം, രാഷ്ട്രീയ ഇസ്ലാം, അവരെ മുസ്ലിങ്ങൾ എന്നല്ല പറയാറുള്ളത്, പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ എന്നാണ്. മുസ്ലിങ്ങൾ എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അത് സുന്നത്തി ജമാഅത്തിൻ്റെ പാരമ്പര്യ വിശ്വാസം കൈക്കൊള്ളുന്നവരാണ്. മറ്റവർക്ക് ഇങ്ങനെ തന്നെ പറയാം, പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ. അവർ ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങളെയും നയങ്ങളെയും രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടി അവർ ദുരുപയോഗപ്പെടുത്തുകയാണ് ചെയ്തത്. അവരുടെ കുറേയധികം കാര്യങ്ങൾ വളരെ പ്രതിലോമകരവും സമൂഹത്തിൽ ഛിദ്രതയുണ്ടാക്കുന്നതും വലിയ അനൈക്യം മനുഷ്യ സമൂഹത്തിനിടയിൽ സൃഷ്ടിച്ചതുമാണ്. നമ്മുടെ ഈ നാട്ടിൽ ഇസ്ലാം എങ്ങനെയാണ് വന്നത്? സ്വഹാബത്തിൻ്റെ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരെ ശിഷ്യന്മാർ നമ്മുടെ കേരളത്തിൽ പലയിടത്തായി മരണപ്പെട്ടു, മരിച്ചു, മറപ്പെട്ട് കിടക്കുന്നുണ്ട്. നേരെ ശിഷ്യന്മാർ ഇവിടെ കോഴിക്കോട് വന്ന് മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു, ബുഖാരിയിലും മുസ്ലിമിലും അടക്കമുള്ള റിപ്പോർട്ടറാണ്. അദ്ദേഹം കോഴിക്കോട് വന്ന് മുഗീറത്തെ ദാർ എന്ന അന്നറിയപ്പെട്ട, ഇന്ന് മുഖദാർ കടപ്പുറം എന്ന് അറിയപ്പെടുന്നിടത്ത് മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹുവിൻ്റെ വീടുണ്ടായിരുന്നു. അതിലേക്ക് ചേർത്തിട്ടാണ് ഇന്ന് മുഖദാർ എന്നായത്, മുഗീറത്തെ ദാറാണ്. അങ്ങനെ യഥാർത്ഥ ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് നേരിട്ട് വാമൊഴിയായി കിട്ടിയ ഒരു നാടാണ് നമ്മുടെ കേരളം. ഉത്തരേന്ത്യയിലൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല. ഉത്തരേന്ത്യയിലേക്ക് വരമൊഴിയായിട്ടാണ് ഇസ്ലാം വന്നത്. അവിടെ സ്വഹാബത്ത് നേരിട്ട് ഒന്ന് അവിടെ ഇസ്ലാം പ്രചാരണം ചെയ്തിട്ടില്ല. ഇവിടെ നമ്മുടെ കേരളം അനുഗ്രഹീതമാണ്. ആ പാരമ്പര്യ ഇസ്ലാമും ആ തനിമയും നിലനിർത്തി മുന്നോട്ട് പോകുന്ന മുസ്ലിംകളുടെ ഇടയിൽ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന ഒരു വികലമായ ഇസ്ലാമുമായി ഇങ്ങനെയുള്ള ആളുകൾ രംഗപ്രവേശം ചെയ്തു. ഇസ്ലാമിൻ്റെ വിശ്വാസം പൂർണ്ണമാകണമെങ്കിൽ അധികാരം വേണം എന്നവർ ജൽപ്പിച്ചു. അങ്ങനെയെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 13 വർഷത്തെ മക്ക ജീവിതം പൂർണ്ണമായി ഇസ്ലാമികമല്ല എന്നവർ പറയേണ്ടി വരും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശരിക്കും മുസ്ലിമായത് മദീന വന്നതിന് ശേഷമാണ് എന്ന് പറയേണ്ടി വരില്ലേ? ആ മക്കയിൽ മുസ്ലിമായി ജീവിച്ചു മരിച്ചുപോയ ആളുകൾ യഥാർത്ഥ മുസ്ലിങ്ങളല്ല. കാരണം മക്കയിൽ ഇസ്ലാമിന് അധികാരമില്ലായിരുന്നു ഹിജ്റയുടെ മുമ്പ്. പിന്നെ ഫത്ഹ് മക്കയൊക്കെ ആയി വന്ന് ഇസ്ലാമിൻ്റെ കീഴിലെല്ലാം വന്നത് കുറേ കാലം കഴിഞ്ഞ് ഹിജ്റയുടെ 10-ാം വർഷമാണ്. അപ്പോൾ ഭരണമാണ് മുഖ്യം. വിശ്വാസത്തിൻ്റെയും വിശ്വാസ കാര്യങ്ങളുടെയും ഇസ്ലാമുമെല്ലാം ഭരണം നേടാനും അധികാരം നേടാനും വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത് എന്ന ചിന്താഗതി ഈ ആളുകളുടെ സംഭാവനയാണ്. അത് തെറ്റാണ് എന്ന് ലോകത്തെ എല്ലാ മുസ്ലിം പണ്ഡിതന്മാർ, ഇവരെ പോലെയുള്ള വികലമായ ആശയം പേറുന്നവരല്ലാത്ത മുസ്ലിങ്ങളെല്ലാം ഇത് തള്ളിപ്പറഞ്ഞവരാണ്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ വഹാബിസം ഇപ്പോൾ ആരോ ഒരാൾ പ്രസംഗിക്കണ്, നമ്മൾ വഹാബികളല്ല എന്ന് നിങ്ങളെല്ലായിടത്തും പറയണം. ഒരു വഹാബിയുടെ നേതാവ് അനുയായികളെപ്പോട് പഠിപ്പിക്കുകയാണ്, നമ്മൾ വഹാബികളല്ല. എന്താ വഹാബികളാണെന്ന് പറയാൻ മടി? എന്തിനാ ഇപ്പോൾ വഹാബികളല്ല എന്ന് ഇത്ര നിർബന്ധമായി സമൂഹത്തെ കേൾപ്പിക്കണത്? അന്ന് അബ്ദുൽ വഹാബ് ബിൻ റുസ്തും എന്ന് പറഞ്ഞിട്ട് 900 ഹിജ്റ 2-ാം നൂറ്റാണ്ടിലോ മറ്റോ എവിടെയോ ഒരാളുണ്ടായിരുന്നു, സുഡാനിലോ മറ്റോ. അയാൾ വികലമായ ചില വാദങ്ങളൊക്കെ ആയി വന്നു. അന്ന് അവരെക്കുറിച്ച് വഹാബികൾ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. അവരാണ് വഹാബികൾ, നമ്മളായിപ്പെട്ടല്ല. 900 കൊല്ലം കഴിഞ്ഞിട്ടാണ് നമ്മളെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് വരുന്നത്. എന്തിനാണ് ഇത്ര ഒരു വഹാബികൾ എന്ന് പറയും കേൾക്കുമ്പോഴേക്കും ഒരു പ്രയാസം? അന്നത്തെ അതേ വഹാബികളുടെ വഹാബിസം തന്നെയാണ് ഇന്നത്തെ വഹാബിസം. സുന്നത്തി ജമാഅത്തിൻ്റെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് മുശ്രിക്കീങ്ങളാണ്, കാഫിരീങ്ങളാണ് എന്നും അവരെ നിഷ്കാസനം ചെയ്യണം എന്നുമായിരുന്നു അന്നത്തെ വഹാബിസം ഉണ്ടായിരുന്നത്. ഇന്ന് ഇവർ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ ആളുകളാണ്. അതിൽ വാപ്പ അബ്ദുൽ വഹാബ് അവർ നല്ല സുന്നിയാണ്, പക്ഷേ ചരിത്രത്തിൽ വഹാബികൾ എന്ന് പേര് വന്നുപോയി. ബാപ്പ അബ്ദുൽ വഹാബ് നല്ല സുന്നി പണ്ഡിതനാണ്. അദ്ദേഹം തള്ളിക്കളഞ്ഞ ആളാണ് ഈ മുഹമ്മദ് എന്ന മകൻ. അതുപോലെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ സുലൈമാൻ ബിൻ അബ്ദുൽ വഹാബ് നല്ല സുന്നി പണ്ഡിതനാണ്. അദ്ദേഹം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെതിരെ കിതാബ് രചിച്ചിട്ടുണ്ട്. അവൻ പിഴച്ചവനാണ്, ലാലും മുതില്ലുമാണ് എന്ന്. ആ വിഷബീജം പേറുന്ന ഇന്ന് പലയിടത്തും, ലോകത്ത് പലയിടത്തും നമ്മൾ കാണുന്ന ഈ ബിദ്അത്തിൻ്റെ ആളുകൾ രാഷ്ട്രീയ ഇസ്ലാം എന്ന നിലക്ക് ഇസ്ലാമിനെ രാഷ്ട്രീയ അധികാരം ആണ് ബിദ്അത്ത് മഖ്സൂദ്, ബാക്കിയുള്ളതൊക്കെ അതിലേക്കുള്ള വസീലയാണ് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കുറച്ച് ആളുകളെയൊക്കെ കൂടെ കൂട്ടി തീവ്രവാദത്തിൻ്റെ ലൈനിലേക്ക്, ഭീകരവാദത്തിൻ്റെ ലൈനിലേക്ക് മുസ്ലിങ്ങളിൽപ്പെട്ട വിവരമില്ലാത്ത കുറച്ച് ആളുകളെയൊക്കെ കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചു. പരിശുദ്ധ ഇസ്ലാം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പല ഘട്ടങ്ങൾ പിന്നിട്ട് വന്ന് അധികാരമില്ലാത്ത 13 വർഷമുണ്ട് മക്കയിൽ. അന്ന് മുസ്ലിങ്ങൾ ജീവിച്ചിരുന്നു അവിടെ. എങ്ങനെയാണ് ജീവിച്ചിരുന്നത്? മറ്റു മതവിഭാഗങ്ങളുള്ള മക്ക രാജ്യത്ത് ഹിജ്റക്ക് സമ്മതം കിട്ടിയിട്ടുള്ളത് 13 വർഷം കഴിഞ്ഞിട്ടാണ്. ബിഅ്സത്തോട് കൂടെ നിങ്ങൾ വേറെ മദീനയിലേക്ക് പോകാൻ അള്ളാഹു പറഞ്ഞില്ല. കാരണം ഈ രൂപത്തിൽ ഇസ്ലാം പല നാടുകളിലും ഇനിയും ഖിയാമത്ത് നാൾ വരെ ഇങ്ങനെ തന്നെ ഉണ്ടാകും. ന്യൂനപക്ഷമായ മുസ്ലിങ്ങളുള്ള രാജ്യങ്ങളുണ്ടാകും മക്കയിലേതുപോലെ. അപ്പം മക്കയിൽ എങ്ങനെ ജീവിച്ചു എന്ന് ആ പാഠമാണ് ഇനി അന്ത്യദിനം വരെ ലോകത്ത് മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായും അധികാരമില്ലാത്തിടത്തും നിങ്ങൾ ജീവിക്കേണ്ടത് എന്ന് നേരിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ 13 വർഷത്തെ ജീവിതം മക്കയിൽ അല്ലാഹു തആല സംവിധാനിച്ചത്. അവിടെ അതിക്രമമായി മുസ്ലിംകളെ കൊല്ലാനും എറിയാനും അടിക്കാനും ഇടിക്കാനും കൈ വെട്ടാനും കാല് വെട്ടാനും ഒക്കെ ശത്രുക്കളുണ്ടായി. എന്താ അങ്ങോട്ട് ചെയ്യേണ്ടത്? ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ, നിങ്ങൾ നല്ല നിലക്ക് പ്രതികരിക്കുക. നിങ്ങളോട് വളരെ മോശമായി പ്രതികരിച്ചാലും നിങ്ങൾ അങ്ങോട്ട് നല്ല നിലക്ക് പ്രതികരിക്കണം. വിശുദ്ധ ഖുർആൻ്റെ നിർദ്ദേശമാണ്. എന്താ അതിൻ്റെ ഗുണം? ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം.
നിങ്ങളോട് ശത്രുതയുള്ള ആളുകളോട് നിങ്ങൾ നല്ല നിലക്ക് പ്രതികരിക്കുമ്പോൾ അവർ നിങ്ങളുടെ ഉറ്റ സുഹൃത്തുക്കളായി വരുന്നത് കാണാം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ജീവിതത്തിലൊക്കെ കണ്ടില്ലേ? നമ്മൾ ഒരു അമുസ്ലിമായ ആൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വീട്ടിൽ അതിഥിയായി വന്നത് മദ്രസയിൽ പഠിച്ചിട്ടുണ്ട് നമ്മൾ ആ ചരിത്രം. അദ്ദേഹം വീട്ടിൽ ഭക്ഷണമൊക്കെ കഴിച്ച് ആ ബെഡൊക്കെ റെഡിയാക്കി കിടക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തു. അദ്ദേഹം കിടന്നു. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ആളെ കാണാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വീട്ടിലാണ് ഉറങ്ങണത്. അദ്ദേഹം അമുസ്ലിമാണ്. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അയാളെ കാണാനില്ല. ബെഡിലാണെങ്കിൽ മലമൂത്ര വിസർജനമൊക്കെ നന്നായി നടത്തി വെച്ചിട്ട് അദ്ദേഹം രക്ഷപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പെണ്ണുങ്ങളെ വിളിച്ചാൽ ഒന്ന് കഴിക്കാളാന്ന് പറയല്ല ചെയ്യണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആ ബെഡ്ഷീറ്റും ആ വിരിപ്പെല്ലാം എടുത്തു കൊണ്ടുപോയി അവിടെ നിന്ന് സ്വന്തം കരങ്ങൾ കൊണ്ട് വൃത്തിയാക്കി കൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം തിരിച്ചു വരികയാണ്. എന്തിന്? മൂപ്പരുടെ കയ്യിൽ സന്തത സഹചാരിയായ ഒരു വാളുണ്ടായിരുന്നു. ആ വാൾ ഇവിടെ വെച്ച് മറന്നാണ് നേരത്തെ പോയത്. ആ വാളെടുക്കാനാണ് ഇദ്ദേഹം തിരിച്ചു വരുന്നത്. അപ്പോൾ താൻ വൃത്തികേടാക്കി വെച്ച ഈ ബെഡ്ഷീറ്റൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിങ്ങനെ കഴുകണതാണ് ഇയാൾ കാണുന്നത്. അദ്ദേഹം അത്ഭുതപ്പെട്ടു. അദ്ദേഹത്തിന് വല്ലാത്ത മനപ്രയാസവും വന്നു. ഞാൻ എന്തൊരു ധിക്കാരമാണ് ചെയ്തത്. എന്നെ സൽക്കരിച്ച് എനിക്ക് വേണ്ട ഭക്ഷണങ്ങളൊക്കെ തന്ന് എനിക്ക് കിടക്കാൻ സൗകര്യപ്പെടുത്തി തന്ന് ഇവിടെ ഞാൻ വൃത്തികേടാക്കി. അതൊന്ന് ഞാൻ നന്നാക്കി കൊടുക്കേണ്ടതാണ്. അതില്ലാതെ ഞാൻ പോയി. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ആ പുണ്യവാനായ അദ്ദേഹമാണല്ലോ അത് നന്നാക്കണത്. അദ്ദേഹം നബിയാണ് എന്ന് പറയുന്ന ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ സ്വന്തം കൈകൾ കൊണ്ട് ഈ വിസർജ്യങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കുന്നത് കണ്ടുകൊണ്ട് തിരിച്ചു വന്ന ഈ മനുഷ്യൻ ആ സ്പോട്ടിൽ വെച്ച് ഷഹാദത്ത് കലിമയിൽ മുസ്ലിമാകുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അദ്ദേഹത്തെ കണ്ട സമയത്ത് റസൂലുള്ളാഹി എന്ത് ചെയ്തു? അദ്ദേഹം വരുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ ചെയ്തത്? അദ്ദേഹം അവിടെ വെച്ച് മറന്ന വാളെടുത്ത് കൊണ്ടുപോയി കൊടുത്തു. നിങ്ങൾ ഈ വാളെടുക്കാൻ മറന്നണല്ലോ, ഇത് നിങ്ങളെ വാളല്ലേ എന്ന് ചോദിച്ച് റസൂൽ അങ്ങോട്ട് എടുത്തു കൊടുക്കുകയാണ്. ഈ ബെഡ്ഷീറ്റ് ആരെയും കേടെടുത്തിയ അങ്ങനത്തെ ഒരു ചിന്തയെ, ആ ചോദ്യമോ ആ ഒരു സമീപനോ ഒരു മുഖത്ത് അങ്ങനെ ഒരു ഭാവമാറ്റം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തില്ല. നിങ്ങൾ വാളെടുക്കാൻ മറന്നല്ലോ, ഇതാ വാള് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കുമ്പോഴാണ് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹനീയമായ ഈ സ്വഭാവം മനസ്സിലാക്കി സ്പോട്ടിൽ വെച്ച് മുസ്ലിമാകുന്നത്. അങ്ങനെ തങ്ങളോട് കഠിനമായി പെരുമാറിയവരോടും വളരെ പുഞ്ചിരിയോടുകൂടെ സൗമ്യമായി പെരുമാറിയതിൻ്റെ ഗുണമാണ് എത്രയോ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നത്. ആ പാരമ്പര്യത്തിൽ വന്ന നമ്മുടെ മുസ്ലിംകളായ മാലിക് ദീനാർ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ കൂടെയുള്ളവരൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. അവരൊന്നും വാളുമായി കേരളത്തിലേക്ക് വന്നിട്ടില്ല. വടിയുമില്ലായിരുന്നു ആളുകളെ അടിക്കാൻ. അവർ വന്ന സമയത്ത് അവരെ സ്വീകരിച്ചത് ഇവിടെയുള്ള ഹൈന്ദവരാണ്. എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു കൊടുത്തു. എല്ലാ കാര്യങ്ങൾക്കും ഇവരെ അടുത്താണ് അവർ എത്തിയിരുന്നത്. അവിടെ അതിനൊക്കെ പരിഹാരമുണ്ട്. അവർക്ക് രോഗത്തിന് മന്ത്രിച്ചു കൊടുത്തു. അവർ പ്രയാസം ഉണ്ടാകുമ്പോൾ ഒരു വാക്കുകൊണ്ട് അവരെ സമാശ്വസിപ്പിച്ചു. അങ്ങനെയാണ് ഇസ്ലാം ഇവിടെ പ്രചരിച്ചത്. ഈ ഇസ്ലാം എന്ന് പറയുന്നത് എല്ലാവരും പ്രസംഗിക്കാറുള്ളത് പോലെ സമാധാനം, സലാമിൽ നിന്നാണല്ലോ ഇസ്ലാം വരുന്നത്. സമാധാനമാണ്. അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ എന്ന് മുമ്പിൽ ഒരാളെ കാണുമ്പോൾ പറയുന്ന, അതിനെ തഹിയ്യത്തായി ആളുകളോട് അഭിസംബോധനത്തിനുള്ള വചനമായി ഏറ്റെടുത്ത പരിശുദ്ധ ദീൻ പിന്നെ ആളുകളെ അസമാധാനത്തിലാക്കുകയില്ല. ആളുകളോട് പരുഷമായി ദീൻ പെരുമാറുകയില്ല. അങ്ങനെ ആരോടും അങ്ങനെ ചെയ്യാനും പറഞ്ഞില്ല. 70ഓളം ആയത്തുകൾ അമുസ്ലിംകളോട്, ഇസ്ലാമിക വിശ്വാസം ഇല്ലാത്തവരോട് സൗഹൃദത്തിൽ പെരുമാറാൻ നിർദ്ദേശിച്ചുകൊണ്ടുള്ള 70ഓളം ആയത്തുകളുണ്ട് വിശുദ്ധ ഖുർആനിൽ. ഈ ആയത്തുകളെക്കുറിച്ച് ചില കിതാബുകളിൽ, തഫ്സീറുകളിൽ അത് മൻസൂഖാണ് ബി ആയത്തിൽ ഖിതാൽ എന്ന് പറഞ്ഞതായി കാണാം. റാസി അടക്കമുള്ള
ഇതിനെക്കുറിച്ച് ഇമാം റാസി അടക്കമുള്ള മഹാന്മാർ ഈ ഉദ്ധരണി എടുത്തുകൊണ്ട് പറയുന്നു. സർക്കശി റളിയല്ലാഹു അൻഹു പറയുന്നു, അതുപോലെ ധാരാളം പണ്ഡിതന്മാർ പറയുന്നു, ഇത് മൻസൂഖും ബി ആയത്തിൽ ഖിതാലി എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നസ്ഖ്, ഹഖീഖത്തിൽ നമ്മൾ പറയുന്ന നസ്ഖ് അല്ല. അത് നസ്ഖ് ഇല്ല, അത് മൻസൂഖ് അല്ല, അത് മുഹ്കമായ ആയത്ത് തന്നെയാണ്. പിന്നെ അത് മൻസൂഖ് എന്ന് പറഞ്ഞ മജാസായിട്ടാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? മുൻസ എന്ന ഒരു വിഭാഗമുണ്ട്. മാ നൻസഖ് മിൻ ആയത്തിൻ ഔ നുൻസിഹ എന്നിടത്ത് മറ്റൊരു ഖിറാഅത്തുണ്ട്, ഔ നൻസഹ. മാ നൻസഖ് മിൻ ആയത്തിൻ ഔ നൻസഹ നഅതി ബിഖൈരിൻ മിൻഹ. ഒരായത്തിന് നമ്മൾ നസ്ഖ് ചെയ്യുകയാണെങ്കിൽ, ഔ നൻസഹ അല്ലെങ്കിൽ അത് നമ്മൾ പെൻഡിങ്ങിൽ നിർത്തുകയാണെങ്കിൽ, നസ്ഖ് എന്ന് പറഞ്ഞാൽ അവിടെ പെൻഡിങ്ങിൽ വെക്കല, ആവശ്യമുണ്ടാകുമ്പോൾ അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഇസ്ലാം അധികാരം വന്നു, ഇസ്ലാമിന് ഭരണം വന്നു. അപ്പോൾ ഭരണവും ഭരണഘടനയും ഭരണത്തിൻ്റെ സംവിധാനങ്ങളും ഒക്കെ ഉണ്ടാകും, സൈന്യമുണ്ടാകും ആവശ്യത്തിന് ഉപയോഗിക്കാൻ. എന്നാൽ ഭരണമില്ലാത്ത ഇസ്ലാമിൻ്റെ ആളുകൾ, മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. അവിടെയൊക്കെ എങ്ങനെയാണ് വർത്തിക്കേണ്ടത്? ഈ വിശുദ്ധ ഖുർആൻ മക്കയിൽ മുസ്ലിങ്ങൾ ജീവിച്ചിരുന്ന സാഹചര്യത്തെ വിവരിച്ചുകൊണ്ട് 70ഓളം ആയത്തുകളിൽ മുസ്ലിം അല്ലാത്തവരോട് അത്തആയുഷ് ബൈനൽ അദിയാൻ, അത്തആയുഷു സിൽമി, വളരെ സൗഹൃദപരമായ കൂട്ടുജീവിതം. പല മതക്കാരുണ്ടാകും, മതമില്ലാത്തവരുണ്ടാകും. അവിടെയെല്ലാം ഇസ്ലാമിനെ പരിശുദ്ധ ഖുർആനിലോ ഹദീസിലോ പറഞ്ഞ ജിഹാദിനെക്കുറിച്ചും മറ്റുമുള്ള പരാമർശങ്ങൾ അനവസരത്തിൽ ഉപയോഗിച്ച് അവിടെ സ്ഥിതി വഷളാക്കാൻ ശ്രമിക്കുന്ന അൽപ്പന്മാർ, ദീനിയായ ഇൽമുകൾ ഇല്ലാത്ത ആളുകൾ, ഏതെങ്കിലും വികാരത്തിൻ്റെ പുറത്ത് വഹാബിസം പേറുന്ന പ്രസ്ഥാനങ്ങളുടെ വികലമായ ആശയങ്ങൾ അവരുടെ തലയിൽ കയറിയ കുറച്ച് ആളുകൾ, അവർ ജിഹാദ് എന്ന പദത്തെ തെറ്റായി വ്യാഖ്യാനിക്കുകയും അത് അനവസരത്തിൽ ഉപയോഗപ്പെടുത്തുകയും എഴുതുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ തിക്തഫലം നമ്മൾ ഇന്ത്യ രാജ്യം അടക്കമുള്ളിടത്ത് നന്നായി അനുഭവിക്കുന്നുണ്ട്. ഇന്ത്യയിൽ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ മുസ്ലിങ്ങളോട് വ്യക്തിവിരോധമോ സാമൂഹികമായ പകയോ വെച്ച് പുലർത്തുന്നവരായിരുന്നില്ല 99%. തീവ്രവാദ സ്വഭാവമുള്ളത് എല്ലാ മതത്തിൻ്റെ പേരിലും ഉള്ളത് മുമ്പുണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മളൊക്കെ കേരളത്തിൽ നമ്മൾ ജീവിച്ചിരുന്ന, നമ്മുടെ ചുറ്റുഭാഗവും ജീവിച്ചിരുന്ന അമുസ്ലിങ്ങൾ എല്ലാവരോടും സൗഹൃദത്തിൽ തന്നെയാണ് കഴിഞ്ഞുകൂടിയിരുന്നത്. ഇവിടെ വീട്ടിൽ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ട്, എന്നാൽ ഭക്ഷണമോ മറ്റോ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെയൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരെ സഹായിക്കും. അങ്ങനെ കഴിഞ്ഞുകൂടിയിരുന്ന നമ്മുടെ കേരളത്തിൽ അടക്കമുള്ള പല പ്രദേശങ്ങളിലും മുസ്ലിങ്ങളല്ലാത്തവരുടെ മനസ്സിൽ മുസ്ലിങ്ങളോട് വിദ്വേഷം, കുറേ മനസ്സുകളിൽ വിദ്വേഷം ഉണ്ടാക്കാനുള്ള കാരണം ഈ തീവ്രവാദ സ്വഭാവമുള്ള ബിദ്അത്തുകാരാണ്. അമുസ്ലിങ്ങളോട് കണ്ടാൽ ചിരിക്കാൻ പാടില്ല എന്ന് പരസ്യമായി പ്രസംഗിച്ചത് വഹാബിയാണ്. എന്താ മുസ്ലിമിനെ കണ്ടാൽ ചിരിച്ചാലുള്ള കുഴപ്പം? സാമൂഹ്യ സൗഹാർദ്ദം എന്ന് പറയുന്നത് അത് നമുക്ക് മാത്രമല്ലല്ലോ, മനുഷ്യർക്ക് മാത്രമല്ലല്ലോ, നാക്കാലികളോട് പോലും വളരെ സൗമ്യമായി പെരുമാറാനല്ലേ പരിശുദ്ധ ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ളത്. നാക്കാലികളെ സംരക്ഷിക്കുന്നതിന് സ്വർഗം കിട്ടിയത് ഹദീസിലില്ലേ? ഒരു നായയെ വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ സ്വർഗത്തിൽ കടന്നു എന്നും, ഒരു പൂച്ചയെ കെട്ടിയിട്ട് ഭക്ഷണം കൊടുക്കാതെ കൊന്നതിൻ്റെ പേരിൽ ഒരു സ്ത്രീ നരകാവകാശിയായി എന്നും ഹദീസിൽ ഇല്ലേ? അപ്പോൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണിവരെല്ലാം. അവരൊക്കെ നന്മയിലേക്ക് എത്തിക്കേണ്ട സാമൂഹിക ബാധ്യതയും നമുക്ക് ധാർമ്മികമായ ബാധ്യതയും ഉണ്ട്. അപ്പോൾ പരിശുദ്ധ ഇസ്ലാമിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം നല്ല നിലക്ക്. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇളത്തിൽ ഹസന. പരിശുദ്ധ ദീനിലേക്ക് ദഅവത്ത് ചെയ്യണം.
അല്ലാത്തവർ അങ്ങനെ അങ്ങനെ കഴിഞ്ഞു പോയിക്കോട്ടെ എന്ന് പറയാൻ പറ്റില്ല. കാരണം അവർ വിവരമില്ലാതെ, ദീനിനെ കുറിച്ച് അറിയാതെ അവർ ദൈവനിഷേധത്തിലോ അള്ളാഹുവിൻ്റെ ശിർക്കിലോ മറ്റോ ആക്കായി കഴിഞ്ഞു പോകാൻ പാടില്ല. ഇസ്ലാം മനുഷ്യരുടെ അവകാശമാണ്. അത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള സ്വത്തല്ല. ഇസ്ലാം മനുഷ്യർക്ക് കൊടുക്കേണ്ടതാണ്. മുസ്ലിങ്ങൾക്കത് കിട്ടി, അല്ലാത്തവർക്കത് വേണ്ടേ? അവർക്ക് ദുന്യവിയും ഉഖറവിയുമായ വിജയത്തിനു വേണ്ടി അവരുടെ സ്രഷ്ടാവായ അള്ളാഹു നിശ്ചയിച്ച ദീനല്ലേ ദീനുൽ ഇസ്ലാം. അവ മറ്റുള്ളവർക്ക് ദീന് പരിചയപ്പെടുത്തി കൊടുക്കണം. അതെങ്ങനെ പരിചയപ്പെടുത്തണം? ഭീകരവാദങ്ങൾ കൊണ്ടും ഭീകരപ്രവർത്തനങ്ങൾ കൊണ്ടും വളരെ കർക്കശമായ നിലപാടുകൾ കൊണ്ടുമല്ല. നമ്മുടെ പൂർവികൻ അങ്ങനെയല്ല കാണിച്ചു തന്നത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും താബിഈകളും നമ്മുടെ കേരളത്തിലടക്കം ദീനുൽ ഇസ്ലാം എത്തിച്ച സഹാബത്തും താബിഈകളും അഇമ്മത്തും ഒന്നും അങ്ങനെയല്ല കാണിച്ചത്. സൗമ്യമായ പെരുമാറ്റം കൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം മറ്റുള്ളവരിൽ എത്തിക്കേണ്ടത്. ജിഹാദ് ഇസ്ലാമിലുള്ള ഒരു ടേം തന്നെയാണ്. നീതി പുലർത്താനും നീതി നിർവഹിക്കാനും നടപ്പിലാക്കാനും വേണ്ടിയുള്ള ധർമ്മസമരമാണ് ജിഹാദ്. സായുധ സമരം എന്നല്ല ജിഹാദിൻ്റെ അർത്ഥം. ജിഹാദ് ധർമ്മസമരമാണ്. ധർമ്മം സംസ്ഥാപിക്കാൻ നമ്മൾ വാക്കുകൾ കൊണ്ട് നമുക്ക് കഴിയുമെങ്കിൽ അതാണ് വാളുകൊണ്ട് കഴിയുന്നതിനേക്കാൾ ഉത്തമമെന്ന് പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്ന ആയത്താണ് വജാഹിദുഹും ബിഹി. വിശുദ്ധ ഖുർആൻ മുൻനിർത്തി നിങ്ങൾ ധർമ്മ പോരാട്ടം നടത്തുക. ജിഹാദൻ കബീറ, ചില്ലറ പോരാട്ടമൊന്നും പോരാ. അധർമ്മത്തിനെതിരെ അതിനെ പരാജയപ്പെടുത്തി ധർമ്മം സംസ്ഥാപിക്കാൻ വിശുദ്ധ ഖുർആൻ കൊണ്ട് പോരാടുക എന്നാണ് ഖുർആൻ്റെ നിർദ്ദേശം. എങ്ങനെയാണ് ഖുർആൻ കൊണ്ട് യുദ്ധം ചെയ്യൽ? ഖുർആനിൻ്റെ ആശയങ്ങൾ സവിസ്തരം മനസ്സിലാക്കി ബുദ്ധിപരമായ തെളിവുകളിലൂടെ അള്ളാഹുവിൻ്റെ തൗഹീദ് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത് അവരിൽ നന്മ അങ്കുരിപ്പിച്ച് അവരെ ദീനിൻ്റെ സഹകാരികളാക്കി മാറ്റണം. അതാണ് ഖുർആൻ വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. ഈ ആയത്തിനെ തഫ്സീർ ചെയ്തുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു, മുഗ്നിയിൽ കാണാം, മറ്റ് കിതാബുകളിലൊക്കെ തഫ്സീറുകളിൽ കാണാം, ഈ ഇസ്ലാം മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുന്നത് ബുദ്ധിപരമായ അഖലിയായ തെളിവുകൾ കൊണ്ട് നമുക്ക് ഇസ്ലാം മറ്റുള്ളവരുടെ മുമ്പിൽ പറഞ്ഞു കൊടുക്കാനും അത് ബോധ്യപ്പെടുത്തി കൊടുക്കാനും കഴിയുമെങ്കിൽ അതാണ് വാളുകൊണ്ടോ സായുധമായോ ഇടപെടുന്നതിനേക്കാൾ ഏറ്റവും പുണ്യമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞ്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറഞ്ഞ് ഇതിൽ നിന്ന് നമുക്ക് അഖദ് ചെയ്യാം. പണ്ഡിതന്മാരുടെ പേനയിലെ മഷി ശുഹദാഇൻ്റെ രക്തത്തേക്കാൾ അഫ്ളലാണ് എന്ന് ഈ പറഞ്ഞ പണ്ഡിതന്മാരുടെ ഉദ്ധരണിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്ന് സുയൂത്തി ഇമാം കിതാബ് പറഞ്ഞതായി കാണാം. അപ്പോൾ ഭീകരവാദം തീവ്രവാദമൊന്നും അല്ല ഇസ്ലാം. ഇസ്ലാം ഒരിക്കലും അതിൻ്റെ കൂടെ ഇല്ലതാണ്. എല്ലാവരോടും സമാധാനത്തിൽ പെരുമാറുമ്പോഴല്ലേ ഇസ്ലാം എന്താണെന്ന് അവർക്ക് പരിചയപ്പെടാൻ കഴിയുള്ളൂ. ഏതെങ്കിലും ഒരു ഇസ്ലാം വിടുക, ഏതെങ്കിലും ഒരു പ്രസ്ഥാനം ഇവിടെ വന്ന് ആളുകളെ അടിച്ചും ഇടിച്ചും ആ പ്രസ്ഥാനത്തിൽ മെമ്പർമാരാക്കാൻ നോക്കിയാൽ അവർ ഭീഷണിക്ക് വഴങ്ങി ചിലപ്പോൾ ബാഹ്യമായ മെമ്പർഷിപ്പ് എടുത്തുനിന്ന് വരും. പക്ഷെ അവരുടെ ഉള്ളിൽ ആ പ്രസ്ഥാനത്തോട് വെറുപ്പായിരിക്കും. അങ്ങനല്ലേ ഉണ്ടാവുക? എന്നാൽ പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് അന്ന് ഹിറക്കിൽ ചക്രവർത്തി ചോദിച്ചൊരു ചോദ്യമുണ്ട്. അബൂ സുഫിയാൻ എന്ന ഖുറൈശി പ്രമുഖനോട് ഹിറക്കിൽ ചക്രവർത്തി ചോദിച്ചു, ഇസ്ലാമിൽ പ്രവേശിച്ച ആളുകൾ ആ ഇസ്ലാമിനോട് വിരക്തി കൊണ്ട് അതിൽ നിന്ന് ആരെങ്കിലും രാജിവെച്ചു പോകുന്നത് നിങ്ങളുടെ അനുഭവത്തിലുണ്ടോ? അബൂ സുഫിയാൻ അന്ന് ഖുറൈശികളുടെ നേതാവാണ്, അവിശ്വാസിയുടെ പ്രമുഖ നേതാവാണ് അവിശ്വാസികളുടെ. ഹിറക്കൽ ചക്രവർത്തി ഇദ്ദേഹത്തോട് ചോദിക്കുകയാണ്. ആദ്യം തന്നെ അവിടെ പറഞ്ഞ് ചട്ടം കെട്ടിയിട്ടുണ്ട്, ഇയാൾ കളവ് പറയുകയാണെങ്കിൽ ബേക്കിലുള്ളവർ പറയണം കേട്ടോ എന്ന്. അങ്ങനെ അബൂ സുഫിയാൻ പറഞ്ഞ് ഞാൻ കുടുങ്ങി. അപ്പോൾ അദ്ദേഹം ചോദിക്കുക, ഇസ്ലാമിനോട് വിരക്തി കൊണ്ട് ആരെങ്കിലും പുറത്തേക്ക് പോകുന്നുണ്ടോ? അബൂ സുഫിയാൻ പറഞ്ഞു, ഇല്ല, ഒരിക്കലും ഒരാളും ഇസ്ലാമിനോട് അതൃപ്തി കൊണ്ട് ഇസ്ലാം വിട്ടിട്ടില്ല. എങ്കിൽ ഒരു ബലാത്കാരമായി ഇസ്ലാമിലേക്ക് ആളുകളെ കൂട്ടുന്ന ഇസ്ലാം അല്ലെങ്കിൽ മറ്റൊരു പ്രസ്ഥാനം അതിൽ പേടിച്ച് മെമ്പർഷിപ്പ് എടുത്താൽ തന്നെ മാനസികമായി അതിനോട് വെറുപ്പല്ലേ ഉണ്ടാകുക.
അങ്ങനെ ഒരു സംവിധാനം ഇസ്ലാം ഈ പ്രചരിപ്പിക്കുന്നതിന് ഇസ്ലാം ഇവിടെ വെച്ചിട്ടില്ല. പിന്നെ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇസ്ലാമിൽ, അത് അനിവാര്യ ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യമനിലേക്ക് പോയപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് അലി റളിയല്ലാഹു അൻഹുവിനോടൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, പോകുന്ന സമയത്ത് നിങ്ങൾ അവരോട് പറയുക, തൗഹീദിനെ കുറിച്ച് പറയാം. അതവർ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരോട് പറയാം നിസ്കാരം നോമ്പൊക്കെ. അവരത് അംഗീകരിക്കണില്ലെങ്കിലോ എന്നാൽ പിന്നെ നമ്മൾ തമ്മിൽ ഒന്നും സംഘട്ടനത്തിൽ നിൽക്കണ്ട. പക്ഷേ ഈ ദീൻ ഇവിടെ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ട്. കാരണം പരിശുദ്ധ ദീന്, ഹക്കായ ദീന് ആളുകൾക്ക് കിട്ടണമല്ലോ. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, എന്നാൽ നമ്മൾ ഒരു കോംപ്രമൈസിൽ ഒരു ജിസിയ എന്ന നിലക്ക് ചെറിയൊരു നികുതി ഏർപ്പെടുത്തി, നികുതി ഉത്തരവാദിത്വത്തിൻ്റെയും അത് കടപ്പാടിൻ്റെയും ഒരു സിമ്പലാണ്, അതിൻ്റെ ഒരു ടോക്കണാണത്. നമ്മൾ നികുതി അടക്കുന്നവരല്ലേ. ഇവിടെ വില്ലേജ് ഓഫീസിൽ പോയിട്ട് നമ്മുടെ ഭൂമിക്ക് നികുതി അടക്കുമ്പോൾ എത്രയാണ് ഉണ്ടാകുക? 4 റുപ്യ 50 പൈസയായിരിക്കും ചിലപ്പോൾ നികുതി ഉള്ളത്. ആ നികുതി അടക്കാൻ വേണ്ടിയിട്ട് 200 റുപ്യ കൊടുത്ത് ഓട്ടോറിക്ഷ പിടിച്ചാണ് വാപ്പ പോണത്. എന്നാൽ അത് അങ്ങോട്ട് വിട്ടാൽ പോരെ, 4 റുപ്യ 50 പൈസയും സർക്കാരിന് കിട്ടിയിട്ടിപ്പോൾ എന്താ കാര്യം? അത് ഒരു കടപ്പാടാണ് സർക്കാരുമായുള്ള. അംഗീകരിക്കുന്നു, നമ്മൾ നിങ്ങളോട് വിരുദ്ധ ചേരിയിലല്ല. ഈ ഒരു അംഗീകാരമാണ് ജിസിയ. അത് വാങ്ങി എന്നാൽ പിന്നെ നിങ്ങൾ ഇസ്ലാമിലേക്ക് വരുന്നില്ലെങ്കിൽ ജിസിയ വഴി സമാധാനത്തിൽ പോകാം. ഇത് കിട്ടേണ്ട ആളുകൾക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കും. അതിനും അവർ സന്നദ്ധരല്ല, അവർ തടയുക തന്നെ ചെയ്യും എന്നാണ് നിലപാടെങ്കിൽ പിന്നെ ഒരു ഉദാത്തമായ ലക്ഷ്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച നിങ്ങൾ ശത്രുക്കളെ പേടിച്ച് പിൻവാങ്ങാൻ പാടില്ല. യുദ്ധം അനിവാര്യമായി വരുമ്പോൾ അതിനും നിങ്ങൾക്ക് സാധിക്കണം. കാരണം ഇത് നടപ്പിലാക്കാൻ ചിലപ്പോൾ അങ്ങനെ വേണ്ടി വരുമല്ലോ. ഒരു സർക്കാരിൻ്റെ ഒരു സംവിധാനം, ഒരു റോഡ് ഇതിൽ വഴി വരാൻ കുറേ ആളുകൾ അതിന് തടുക്കാൻ വേണ്ടി വന്നാൽ അത് അവിടെ അത്യാവശ്യമായി വരേണ്ടതാണെങ്കിൽ അവരോട് അനുനയത്തിൽ പെരുമാറും. അവർ ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ വേണ്ടി വന്നാൽ പിന്നെ എന്തു ചെയ്യും? പിന്തിരിഞ്ഞോടാൻ പറ്റുമോ? പദ്ധതി നടപ്പിലാക്കണ്ടേ? അങ്ങനെ പരിശുദ്ധ ഇസ്ലാം തീവ്രവാദത്തിനും ഭീകരവാദത്തിനും ഒന്നും യാതൊരു പഴുതും ഇസ്ലാമിലില്ല. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും മതമാണ്. എന്നാൽ ഇസ്ലാമിനെ ദുർവ്യാഖ്യാനിച്ച്, ഇസ്ലാമിലെ ആയത്തുകളെയും ഹദീസുകളെയും ദുർവ്യാഖ്യാനിച്ച് തീവ്രവാദത്തിലേക്കും ഭീകരവാദത്തിലേക്കും യുവ മനസ്സുകളെ വ്യതിചലിപ്പിച്ച് കൊണ്ടുപോകുന്നത് ഇസ്ലാമിൻ്റെ മുഖ്യധാരയിൽ നിന്ന് പിഴച്ചുപോയ ബിദ്അത്തിൻ്റെ കക്ഷികളാണ് എന്ന് നാം ഉത്ബുദ്ധരാകണം. അള്ളാഹു നമുക്ക് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ.